നമസ്കാരം. ഹെർബൽ വണ്ടേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ലക്ഷ്മി മോഹൻ. ഇന്ന് പ്രഗ്നൻസിയിൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫോർമുലേഷനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. മാതുളങ്ക രസായനം എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ആയുർവേദിക് ആൻഡ് സിദ്ധ ഷോപ്പുകളിൽ ലഭ്യമാണ്. ഇത് പ്രഗ്നൻസിയുടെ ഫസ്റ്റ് 3 months വളരെയധികം ന്യൂട്രീഷ്യസുമാണ്, വളരെ യൂസ്ഫുള്ളുമാണ്. ഇതിൽ നമുക്ക് അമ്മയ്ക്കും കുഞ്ഞിനും ആവശ്യമായിട്ടുള്ള എല്ലാം തന്നെ ഈ ഒരു സിറപ്പിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്ന് പറയുമ്പം നമ്മൾ അയൺ ആൻഡ് ഫോളിക് ആസിഡൊക്കെ പ്രഗ്നൻസിയുടെ ആദ്യ ഫസ്റ്റ് മന്ത്സിൽ എടുക്കാറുണ്ടല്ലോ. അപ്പോൾ ചില വ്യക്തികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളികകൾ വളരെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസസിലൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വളരെ വളരെ നല്ല ഒരു മാജിക്കൽ ഫോർമുലേഷനാണ് ഇത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഗ്രേപ്സ് ഉണ്ട്, പിന്നെ പോമഗ്രനേറ്റ് ഉണ്ട്, പിന്നെ നമ്മൾ ഗണപതി നാരങ്ങ എന്ന് പറയുന്ന ആ നാരകമുണ്ട്. അപ്പോൾ ഇതിലെല്ലാം വൈറ്റമിൻ സി വളരെ അധികമുണ്ട്. അപ്പോൾ നമ്മളുടെ ശരീരത്തിൽ അയണും ഫോളിക് ആസിഡും ഒക്കെ സിന്തസിസ് നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? വൈറ്റമിൻ സി വേണം. വൈറ്റമിൻ സിയുടെ അഭാവത്തിൽ നമുക്ക് ബ്ലഡിൽ അയണിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ കോമ്പോസിഷൻ ഉണ്ടാവാനുള്ള താമസമുണ്ടാകും. അപ്പോൾ ഇത് പരിഹരിക്കുന്നതിൽ വൈറ്റമിൻ സി നമ്മളുടെ ശരീരത്തിൽ ആവശ്യത്തിനുണ്ടായിരിക്കുക എന്നത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നാരങ്ങയുടെ നീര് സാധാരണ രീതിയിൽ തന്നെ വെള്ളം കുടിക്കുന്നതും പ്രഗ്നൻസി ടൈമിൽ വളരെ വളരെ ഫലപ്രദമാണ്. പ്രഗ്നൻസി ടൈമിൽ നമുക്കുണ്ടാവുന്ന നെഞ്ചെരിച്ചിൽ, അസിഡിറ്റി, അതിനെല്ലാം തന്നെ ഫൈറ്റ് ചെയ്യുന്ന ഒന്നാണ് ഇഞ്ചി. ഇഞ്ചിയുടെ ഒരു ടേസ്റ്റ് ചിലപ്പോൾ ചില ആളുകൾക്ക് ഈ ഒരു സമയത്ത് ഇഞ്ചിയുടെ മണം, ഇഞ്ചിയുടെ ടേസ്റ്റൊക്കെ ചിലപ്പോൾ പിടിക്കാതെ വരും. പക്ഷേ ഈ ഒരു ഫോർമുലേഷനിൽ വളരെ പ്ലസൻ്റായിട്ടാണ് ഈ ടേസ്റ്റസ് എല്ലാം നിൽക്കുന്നത്. അപ്പോൾ നമുക്കൊരു അരോചകം തോന്നാത്ത രീതിയിലാണ്. അപ്പോൾ ഇഞ്ചി ഇതിലടങ്ങിയിട്ടുണ്ട്. പിന്നെ അടങ്ങിയിരിക്കുന്നത് സൈന്ധവ ലവണമാണ്, അഥവാ ഇന്ദുപ്പ്. ഈ റോക്ക് സോൾട്ട് അല്ലെങ്കിൽ ഹിമാലയൻ പിങ്ക് സോൾട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന ഉപ്പാണ്. അപ്പോൾ ഈ ഉപ്പും നമുക്ക് സോഡിയം ക്ലോറൈഡും പൊട്ടാസ്യം ക്ലോറൈഡും ഉണ്ടല്ലോ, അതിൽ പൊട്ടാസ്യം ക്ലോറൈഡാണിത്. അപ്പോൾ അതിൻ്റേതായ എല്ലാവിധ ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ഒരു വളരെ സ്പെഷ്യലായിട്ടുള്ള പ്രഗ്നൻസി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫോർമുലേഷനാണ് ഈ ഒരു മാതുളങ്ക രസായനം. അപ്പോൾ മോർണിംഗ് സിക്നസ്സിനൊക്കെ വളരെ നല്ലതാണ്. ഒരു 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നേർപ്പിച്ച് കുടിക്കാം. ഓരോന്നിൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ച് ഡോസ് വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരു ബോട്ടിൽ തന്നെ ഉണ്ടാവും. പിന്നെ നെഞ്ചിരിച്ചിൽ ആദ്യ 3 months നെഞ്ചിരിച്ചിൽ വളരെ സർവ്വസാധാരണമാണ്. അപ്പോൾ ആ ഒരു നെഞ്ചിരിച്ചിലിനും വളരെയധികം ആശ്വാസം നൽകുന്ന ഒന്നാണിത്. പിന്നെ കോൺസ്റ്റിപ്പേഷൻ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ അയൺ ആൻഡ് ഫോളിക് ആസിഡിൻ്റെ ഭാഗമായിട്ടല്ലാതെ തന്നെ കോൺസ്റ്റിപ്പേഷൻ പ്രഗ്നൻസിയുടെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ ഈ കോൺസ്റ്റിപ്പേഷൻ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു മാതുളങ്ക രസായനം വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫുഡിൽ ഫൈബർ കണ്ടൻറ്റ് കൂട്ടുവാനായിട്ടും ശ്രദ്ധിക്കുക. ഓട്സ്, അതുപോലെ തന്നെ ഗ്രീൻ വെജിറ്റബിൾസ് എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ചില ഭക്ഷണം നല്ല ഒരു ഭക്ഷണത്തോടും ഇഷ്ടമില്ലായ്മ ചിലർക്ക് പ്രഗ്നൻസിയിൽ വരാറുണ്ട്. അതൊക്കെ ഒന്ന് ക്യൂർ ചെയ്യാനും ഈ ഒരു സിറപ്പ് വളരെ നല്ലതാണ്. ഹേർട്ട് ബേണും അസിഡിറ്റിയും ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അപ്പോൾ അതെല്ലാം തന്നെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു മാജിക്കൽ ഫോർമുലേഷൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ യൂസ് ചെയ്തിട്ടില്ലാത്തവർ യൂസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. ഓൺലൈൻ കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് അപ്പോയിൻമെൻറ്റ്സ് കളക്ട് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോയിൻമെൻറ്റ് കളക്ട് ചെയ്യാനുള്ളത് അതിൽ മെസ്സേജ് ചെയ്ത് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കളക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു ടൈം ലോട്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ആ ടൈമിൽ കോൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു സിറപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാങ്ങാവുന്നതാണ്. വളരെ നല്ലൊരു ഫോർമുലേഷനാണ്. ഇതുപോലെ പ്രഗ്നൻസിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നാച്ചുറൽ ഫോർമുലേഷൻസ് ഇനിയും ഞാൻ പരിചയപ്പെടുത്താം. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. വീണ്ടും കാണാം. നന്ദി.